കാണാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. വേറെ ഞാൻ എന്താ പറയണ്ടത്? അന്നേരം ആസിഫ് കട പടം അറിയാൻ നമ്മളെപ്പോഴും ഫുൾ ടൈം ഉണ്ട് കൂടെ. അപ്പോൾ ഇതിലും ഡിസൈൻ ഡയറക്റ്റ് ചെയ്ത പടപരിപാടിയാണ്. അപ്പോൾ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് ആകുമ്പോൾ ആദ്യത്തെ പരിപാടിയാണ് ഒരു പടത്തിൻ്റെ ലോഞ്ചിങ്ങിന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു അർജുൻ. ജിസേട്ടാ ഹിറ്റ് നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടത്തിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വളരെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത്. എസ്പെഷ്യലി മച്ചാൻ, ജിസേട്ടൻ, പിന്നെ അരുൺ ചേട്ടൻ, നമ്മുടെ എല്ലാവരും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ബീച്ചേട്ടൻ, അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു ഫാമിലി അത് വിജയ് സൂപ്പറൊക്കെ ആയിട്ടാണ്. അപ്പോൾ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. കലക്കനാവട്ടെ, അടിപൊളിയാവട്ടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ദിസ് ഇസ് സച്ച് എ ഷോക്കർ. സോ അതാണ് എനിക്ക് സംസാരിക്കുന്ന ഒരു ഇത്തിരി ഇത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഐ എം വെരി ത്രിൽഡ്, ഐ എം വെരി എക്സൈറ്റഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേട്ടൻ എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് സമ്മാനിച്ചേക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷേ ജിസേട്ടൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി, അതിൽ ടീസറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തലവൻ്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും. സോ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പേരിൽ, ബിക്കോസ് വി ആർ എ ഫാമിലി, സോ ഒരു നന്ദി പറയുന്നു. ആൻഡ് എല്ലാവരോടും തലവൻ പോയി കണ്ട് ഇത് നമുക്കൊരു അടുത്ത ഹിറ്റ് പടമാക്കി മാറ്റാമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എലീന, താങ്ക് യു ബാലു. ഇനി നമ്മൾ സിനിമയുടെ തീം സോങ്ങിലേക്ക് കിടക്കുകയാണ്. പിന്നെ നസീറിനെയും സാബു മോനെയും നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് വരണം, രണ്ടു വാക്ക് സംസാരിക്കണം. ജിസേട്ടൻ്റെ സിനിമകളുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വിശാലമായ സുഹൃത്ത് ബന്ധമാണ്. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കാനായിരിക്കും. അതെനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരുപാട് സന്തോഷം. ജിസ്മോൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. കുറേ കാലം വെയിറ്റ് ചെയ്തു, ഇപ്പോൾ വിളിക്കുമെന്ന്. അങ്ങനെ വിളിച്ചു. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്, അതുകൊണ്ട് ആ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നു. ഞാനാണ് തലവൻ. താങ്ക് യു. ജിസന്റെ ഒരുപാട് പഴയ സുഹൃത്താണ്, അതായത് ടെലിവിഷൻ കാലം മുതലേ. പിന്നീടാണ് ജിസ്മോൻ സിനിമയിലേക്ക് എത്തിയത്. ഞാനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ലെങ്തി റോളാണ്. വീച്ചേട്ടൻ സ്റ്റേഷനിലിരിക്കുമ്പോൾ സർ ചായ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുക്കുന്നത് ഞാനാണ്. അപ്പം ഞാനാണ് തലവൻ. എന്നാ വർത്താനം. ജിസനും മുഴുവൻ ടീമിനും എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപർണ ബാലമുരളിയെ. അപർണ പ്ലീസ്. അപർണയ്ക്ക് ജിസ് ചേട്ടൻ ഫാമിലി ആയിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആരാ തലവെന്ന് പറയാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപർണയാണ് അതിന്റെ സസ്പെൻസ് പൊളിക്കണേ എന്ന്. ഈ സിനിമയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഈ സിനിമയായിട്ട് എനിക്ക് ആകെ കൂടെയുള്ള ബന്ധം ജിസേട്ടനും ആസിഫ്ക്കയാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ എൻ്റെ ലൈഫിലൊരു അരുണേട്ടാ, ഹലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സൺഡേ ഹോളിഡേനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എല്ലാവരും വന്ന് പറയുന്നത്. പേഴ്സണലി പ്രൊഫഷണലി എനിക്ക് സൺഡേ ഹോളിഡേ കൊണ്ട് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആസിഫ്ക്കയും ജിസേട്ടനും ഒരു ഫാമിലി ആയി മാറിയ ഒരു സിനിമയാണ് എനിക്ക് സൺഡേ ഹോളിഡേ. അതുകൊണ്ട് തന്നെ ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിസേട്ട ഫോർ ഇൻവൈറ്റിംഗ്. കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൂമെൻറ്റ്. ഇങ്ങനത്തെ ഓരോ ചെറിയ ഇവൻറ്റുകളും വളരെ മെമ്മറബിൾ ആണ് എനിക്ക്. മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി ഈ കോമ്പിനേഷൻസ്, ആസിഫ്ക്ക ജിസേട്ടൻ, ആസിഫ്ക്ക ബിച്ചേട്ടൻ, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഐ എം ഷുവർ. അതുകൊണ്ട് തന്നെ തലവൻ അതിനെക്കാട്ടിലും ഒക്കെ മേളിലൊരു വലിയ ഹിറ്റാവും എന്ന് ഉറപ്പാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. ഇതൊരു വലിയ 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 ഹിറ്റായി മാറട്ടെ. താങ്ക് യു. ലോഞ്ച് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിന് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സുമായിട്ട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരു ലുക്കൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം.
വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ് ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തീ തലവന എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിസ് ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജിസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യത കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. അപ്പൊ ആ 2 സിനിമ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ് ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു. ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചൊന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രണ്ടു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളും എല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചു നാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. എത്ര വിനീതമായ തലവൻ എന്ന നില. ബിജേട്ടന് സമ്മതിക്കോ? അത് ബിജേട്ടൻ സമ്മതിക്കോ ഈ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നേന്. ഗുഡ് സിനിമകളിൽ നിന്ന് ത്രില്ലർ സിനിമകളിലേക്കുള്ള മാറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് മറ്റെഴുത്തുകാരെ എന്ന് ഞാൻ ആദ്യം പറയട്ടെ. എന്തായാലും ജിസിന്റെ കഴിഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് സൺഡേ ഹോളിഡേ. പിന്നെ ഈ സിനിമയിലെ ആസിഫ് ആണെങ്കിലും ബീച്ചാണെങ്കിലും അതുപോലെ സിജോ എൻ്റെ 12 വർഷമായിട്ടുള്ള ഫ്രണ്ടാണ്. എൻ്റെ ഒരു സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറായിട്ടാണ് സിജോ സിനിമയുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ അരുണ്. അതുകൊണ്ട് എനിക്ക് ട്രെയിലർ റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ സക്സസ് ആയി മാറട്ടെ തലവൻ. ഗംഭീര ഒരു ത്രില്ലറായി മാറട്ടെ. ഇനിയും ഫീൽ ഗുഡ് സിനിമകളിലേക്ക് ജിസിന് മടങ്ങി പോകാൻ സാധിക്കട്ടെ. അതൊരു ഭയങ്കര റിക്വസ്റ്റ് ആയിരുന്നു അതിന്റെ കൂടെ ജിസേട്ടാ. പക്ഷെ നമ്മളത് കണ്ടിട്ട് പറയും ഇനി ഏതാണ് നമുക്ക് വേണ്ട ജോണർന്ന്. ടിനു പാപ്പച്ചൻ പ്ലീസ് താഴേക്ക് വരണം. എല്ലാം ജിസേട്ടന്റെ ഒരു വലയത്തിലുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധത്തിലും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ടിനു പാപ്പച്ചൻ. അപ്പോൾ ട്രailer എല്ലാവരും കണ്ടു. ഇപ്പോൾ ഈ ട്രailer ഞാൻ ഇതിന് മുമ്പേ കണ്ടതാണ്. കാരണം അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ട്രailer. അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത സിനിമയാണത്. അരുൺ നായരനായാലും ജിസ്മോനായാലും ആസിഫ് അലി ആയാലും ബിജേട്ടനൊക്കെ ആയാലും അപ്പോൾ സിജോയ് ആയാലും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വലിയ വിജയമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ടിനു. ഇനി ഇവിടേക്ക് ക്ഷണിക്കുന്നത് ജിസേട്ടന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. AK സുനിൽ, തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ ഓണർ. ഈ സിനിമയുടെ കഥ തിരക്കഥ പുതിയ 2 പേരാണ് എഴുതിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയായിട്ട് ഈ ഒരു ഉഗ്രനായിട്ട് ഈ സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ. അപ്പോൾ അവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആനന്ദ് തേവർക്കാട്ട്, ശരത് പെരുമ്പാവൂർ, ഇവരുടെ ആദ്യത്തെ കഥ തിരക്കഥയാണ്. അപ്പം ഇതോടുകൂടി മലയാള സിനിമയിൽ ഒരു പുതിയ ഒരു ഉദയം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോട് കൂടിയാണ് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. ഇവര് ക്ലൈമാക്സ് പറയുന്നല്ലേ പറഞ്ഞേ? അല്ലേ? അല്ല, ശരിക്കും ഞങ്ങളാണ് ഇതിന്റെ തലവൻ. നമസ്കാരം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നല്ല പേടിയും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബഹുമാനമൊക്കെ കൂടിയതുകൊണ്ടാണ് ടെൻഷൻ ഉണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മീഡിയനെയും പേടിയാണ്. ഈ
ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ വ്യവസായത്തിൻ്റെ 80% കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളും ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അശ്വന്ത് ഗോപിനെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇത് പ്രൊമോഷൻ പരിപാടി ആയതുകൊണ്ട് നമ്മളെന്താ പറയണ്ടേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിപാടി മലയാള സിനിമയിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. ഇതിൽ നമുക്ക് കൂടെ എന്തായാലും ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ സുനിലേട്ടൻ, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള അരുൺ ചേട്ടൻ, സിജോ ചേട്ടൻ, ജിസേട്ടനാണ് ഇതിന്റെ തലവൻ എന്നറിയപ്പെടുന്നത്. സത്യത്തിലേക്കും എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട്. തലവൻ ജിസേട്ടനാണ്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയ പുള്ളി വെട്ടിത്തിരുത്തി, ദേഷ്യപ്പെട്ടു, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി, ഞങ്ങൾ തർക്കിച്ചു. അവസാനം ഞങ്ങൾ കീഴടങ്ങി. പുള്ളി പറഞ്ഞാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ പ്രിവ്യൂവും ഷോട്ടുകളും കാണേണ്ടി വന്നു. അത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അറിയാൻ ഒരുപാട് വൈകി. ഇപ്പൊ നിങ്ങൾ കണ്ട ട്രെയിലറും ഇതൊക്കെ സത്യമാണെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ രസം നിങ്ങൾക്ക് തോന്നണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ്? മിസ്റ്റർ ജിസ് ജോയിക്കാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ജിസേട്ടൻ പറഞ്ഞു ആദ്യമായിട്ടാണ് എന്തൊക്കെ പറയോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമോ, എന്തായാലും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ സിനിമയുടെ ആക്ടേഴ്സിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. മിയ പ്ലീസ്. അതിന് പിന്നാലെ തന്നെ ഞാൻ അനുശ്രീയും ശങ്കർ രാമകൃഷ്ണനെ ഒക്കെ വിളിക്കുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. മിയ അനുശ്രീ ഉണ്ടെങ്കിലേ വരത്തുള്ളൂ എന്ന്. അന്ന് ഒരുമിച്ച് ഇറങ്ങിക്കോ പോരെ. ഇറങ്ങിയിരിക്കുക.